ആകാശവാണി 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. വിപുലമായ പരിപാടികളോടെ സമുചിതമായ ആഘോഷങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രകടമാക്കിയ റിപ്പബ്ലിക് ദിന പരേഡ് കർത്തവ്യപഥിൽ അണിനിരന്നു. സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രം വന്ദേ മാതരം, സമൃദ്ധിയുടെ മന്ത്രം ആത്മനിർഭർ ഭാരത് എന്ന പ്രമേയത്തിലൂന്നിയ പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്ൻ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരായിരുന്നു ഇത്തവണത്തെ മുഖ്യ അതിഥികൾ. കർത്തവ്യപഥിൽ അണിനിരന്ന അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ സൈനിക ശക്തി ലോകത്തിനു മുന്നിൽ വിളിച്ചോതി. ഓപ്പറേഷൻ സിന്ദൂറിൽ സേന ഉപയോഗിച്ച ആയുധങ്ങളുടെ പ്രദർശനമായിരുന്നു മുഖ്യ ആകർഷണം. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ, യുദ്ധ ടാങ്കായ അർജുൻ എന്നിവ പ്രദർശിപ്പിച്ചു. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലൂന്നിയ വളർച്ച പ്രതിഫലിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളായിരുന്നു പരേഡിന്റെ മറ്റൊരാകർഷണം. കേരളത്തിന്റെ അടക്കം വിവിധ സംസ്ഥാനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സേനാ വിഭാഗങ്ങളുടെയും ഉൾപ്പെടെ 30 നിശ്ചല ദൃശ്യങ്ങൾ അണിനിരന്നു. 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി ജലമെട്രോയും പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചത്. 2500ഓളം കലാകാരന്മാർ പങ്കെടുത്ത പരേഡ് വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങളുടെ ആഘോഷം കൂടിയായിരുന്നു. റഫാൽ, MiG-29, അപ്പാഷെ ഉൾപ്പെടെ 29 വ്യോമസേനാ വിമാനങ്ങളുടെ അത്യുഗ്രൻ ഫ്ലൈ പാസ്റ്റ് പ്രദർശനത്തോടെയാണ് റിപ്പബ്ലിക് ദിന പരേഡിന് കർത്തവ്യപഥിൽ പരിസമാപ്തിയായത്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റിലും പതാക നിവർത്തി. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന രേഖയാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുള്ള നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങളാണ് നമ്മുടെ റിപ്പബ്ലിക്കിനെ നിർവചിക്കുന്നത്. ഭരണഘടനാ വ്യവസ്ഥകളിലൂടെ ദേശീയതയുടെ ചൈതന്യത്തിനും രാജ്യത്തിന്റെ ഐക്യത്തിനും കരുത്തുറ്റ അടിത്തറ പാകാൻ ഭരണഘടനാ ശില്പികൾക്ക് സാധിച്ചുവെന്നും ശ്രീമതി മുർമു പറഞ്ഞു. Baba Saheb Dr. Bhimrao Ambedkar believed that the exercise of the right to vote leads to political education. Our voters, in line with Baba Saheb's vision, are demonstrating their political awareness. The increasing participation on women in voting adds a powerful dimension to our republic. The active and empowered participation of women is extremely important for the development of the country. National efforts towards their health, education, safety and economic empowerment have increased women's participation in many areas. The Beti Bachao Beti Padhao campaign has encouraged the education of girls. Under the Pradhan Mantri Jan Dhan Yojana, more than 57 crore bank accounts have been opened so far. Nearly 56% of these accounts belong to women. Our women are breaking traditional stereotypes and forging ahead. They are actively contributing to the overall development of the country. More than 10 crore women associated with self-help groups are redefining the process of development. Women are making their mark in every field, from agriculture to space, from self-employment to the armed forces. In the field of sports, our daughters have set new benchmarks globally. Last year, in November, the Daughters of India scripted a golden chapter in sporting history by winning the ICC Women's Cricket World Cup and subsequently the Blind Women's T20 World Cup. Last year, the final match of the Chess World Cup was played between 2 Indian women. These examples are testament to the
dominance of India's daughters in the world of sports. The people of the country are proud of them. The number of women representatives in Panchayat Raj institutions is nearly 46%. The Nari Shakti Bandhan Adhiniyam, which seeks to take political empowerment of women to greater heights, will provide unprecedented strength to the idea of women-led development. The role of Nari Shakti will be crucial in the making of Viksit Bharat. With increasing contribution by women, our country will set an example of an inclusive republic based on gender equality. രാജ്യത്തിന്റെ പുരോഗതിയെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ പൌരന്മാരെയും അഭിനന്ദിക്കുന്നതായും പ്രവാസി ഇന്ത്യക്കാർ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് തിളക്കം കൂട്ടുന്നുവെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. കേന്ദ്ര സായുധ സേനകൾ, പോലീസ്, കർഷകർ, ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, ശാസ്ത്രജ്ഞർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ രാജ്യത്തിന് കരുത്തു പകരുന്നതായും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമാണ് റിപ്പബ്ലിക് ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 130-ാം പതിപ്പിൽ പരാമർശിക്കുകയുണ്ടായി. പൊതുജന പങ്കാളിത്തത്തിന്റെയും കൂട്ടായ്മയുടെയും മനോഭാവമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു. 26 जनवरी को हम सभी गणतंत्र दिवस का पर्व मनाएंगे. 26 जनवरी का ये दिन हमें अपने संविधान निर्माताओं को नमन करने का अवसर देता है. मतदाता ही लोकतंत्र की आत्मा होता है. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച അശോക ചക്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം കുറിച്ച വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് സമ്മാനിച്ചു. കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന് അശോക ചക്ര സമ്മാനിച്ചു. ഗ്രൂപ്പ് ക്യാപ്റ്റനും മലയാളിയുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, മേജർ അർഷ്ദീപ് സിംഗ്, നായിബ് സുബേദാർ ദോലേശ്വർ സുബ്ബ സിംഗ് എന്നിവർ കീർത്തിചക്ര പുരസ്കാരത്തിനും അർഹരായി. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങളിൽ ഇത്തവണ മലയാളി തിളക്കം. കേരളത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകും. ജസ്റ്റിസ് KT തോമസും മുതിർന്ന മാധ്യമപ്രവർത്തകൻ P നാരായണനും പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. ചലച്ചിത്ര നടൻ മമ്മൂട്ടി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവരാണ് പത്മഭൂഷൺ പുരസ്കാരം നേടിയവർ. ശാസ്ത്രമേഖലയിൽ നിന്ന് AE മുത്തുനായകം, നൃത്തരംഗത്തെ സംഭാവനകൾക്ക് കലാമണ്ഡലം വിമല മേനോൻ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൊല്ലക്കയിൽ G ദേവകിയമ്മ എന്നിവർക്കാണ് കേരളത്തിൽ നിന്നും പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 131 പേരാണ് ഇക്കുറി പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. ആലപ്പുഴയുടെ വനമുത്തശ്ശി എന്നറിയപ്പെടുന്ന കായംകുളം കണ്ടല്ലൂർ കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്ക് പരിസ്ഥിതി മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് ദേവകിയമ്മ പറഞ്ഞു. അങ്ങേറ്റത്തെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ വെക്കുന്നത് പിടിച്ചു കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. വനമാകണമെന്നൊന്നും ഉദ്ദേശിച്ച് വെച്ചതല്ല, പക്ഷെ അത് വനമായിട്ട് മാറി. അപ്പം ആലപ്പുഴ ഡിസ്ട്രിക്ട് വനമില്ലാത്തതിന് കൈ നട്ട് നനച്ച് വളർത്തി വനം സൃഷ്ടിച്ചു. അതിന്റെ പേരിലുള്ള പുരസ്കാരങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുഴുവനും ഇപ്പൊ കിട്ടിയതുമല്ല. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കേരളത്തിൽ നിന്ന് പുരസ്കാരത്തിന് അർഹനായ ജസ്റ്റിസ് KT തോമസ് പ്രതികരിച്ചു. എനിക്ക് സന്തോഷമാണ്. കാരണം ഇത് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാതെ തന്നെ എന്നെ കൺസിഡർ ചെയ്തതല്ലേ. പത്മഭൂഷണം അങ്ങനെയായിരുന്നു. എന്നെ ആരാണ് നോമിനേറ്റ് ചെയ്തതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇത് ചിലപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ നേരിട്ടുള്ള ഒരു തീരുമാനമായിരിക്കണം. ശാസ്ത്രമേഖലയിലെ സേവനങ്ങൾക്ക് ലഭിച്ച പത്മശ്രീ പുരസ്കാരത്തിന്റെ സന്തോഷം AE മുത്തുനായകം പങ്കുവച്ചു. Our country has a system. Our country has got a politics. Our country got a lot of manipulation and adjustments. It is part of the system. So I want to tell you that I did my best during my career. And if you refer to my book From Space to Sea, published by HarperCollins, that tells very clearly what all I did for the government for over 30 years. I spent about 23 years in ISRO and about little less than
7 years in ocean department. So I am happy government gave me an opportunity to work in the space and the ocean programs of our nation. 1965 മുതൽ നടത്തിവരുന്ന നൃത്ത സബര്യയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് പത്മ പുരസ്കാരമെന്ന് കലാമണ്ഡലം വിമല മേനോൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. 1964 മുതലുള്ള എന്റെ ഈ പ്രയാണത്തിൽ ഈ 2025 വരെയുള്ള എല്ലാ കലാകാരന്മാരെയും മുൻനിർത്തിക്കൊണ്ട് ഈ പത്മ പുരസ്കാരം ഞാൻ അവർക്ക് സമർപ്പിക്കുകയാണ്. കാരണം എല്ലാ കലാകാരന്മാർക്കും ഉണ്ടാവുന്ന ആവേശം പോലെ എനിക്ക് ഈ പത്മ അവാർഡിൽ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരിക്കലും നമ്മൾ ആശിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മുടെ കലയ്ക്ക് വേണ്ടി അങ്ങേയറ്റം വളരെ ബുദ്ധിമുട്ടുകയും അതിനുവേണ്ട പ്രയത്നവും എന്നിൽ നിന്ന് എത്രയും കാലം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വൈകിയ വേളയിലും എന്നെ പരിഗണിച്ചതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷം. പത്മശ്രീ അവാർഡ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയുന്ന ഒരു അവാർഡ് തന്നെയാണ്. ഈ പറയുന്ന അവാർഡുകളാണ് നമ്മുടെ ഓരോ കലാകാരനും ഉയർച്ചയ്ക്കും മേലിലും നമ്മുടെ കല മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിന്റെ ഉയർച്ചയെ മുൻനിർത്തിക്കൊണ്ട് മേലിലും പ്രഗത്ഭയായ പേരുകൾക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്തവണ ധീരതയ്ക്കും സേവനത്തിനുമുള്ള മെഡലുകൾ പോലീസ്, ഫയർ, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സർവീസസ് എന്നിവയിലെ 982 പേർക്ക് ലഭിച്ചു. ഇതിൽ 125 പേർക്ക് ധീരതയ്ക്കുള്ള മെഡൽ ലഭിച്ചു. ജീവൻ, സ്വത്ത് എന്നിവ സംരക്ഷിക്കുന്നതിലും കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിലും സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നവർക്കാണ് ധീരതയ്ക്കുള്ള മെഡൽ നൽകുന്നത്. കൂടാതെ 101 ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും 756 പേർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലും ലഭിച്ചു. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരത്തിന് കേരളത്തിൽ നിന്ന് 2 പേർ അർഹരായി. മികച്ച സേവനത്തിനുള്ള പുരസ്കാരം കേരള പോലീസ് സേനയിൽ നിന്നും 10 പേരും അഗ്നിരക്ഷാ സേനയിൽ നിന്ന് 3 പേരും കറക്ഷണൽ സർവീസിൽ നിന്നും 4 പേരും നേടി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ പൈപ്പ് ബാൻഡ് മേളം സംഘടിപ്പിച്ചു. വന്ദേ മാതരം എന്ന പ്രമേയത്തിലാണ് ബാൻഡ് മേളം സംഘടിപ്പിച്ചത്. ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിൽ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും കാസർഗോഡ് പെരിയ PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയവും ജേതാക്കളായി. ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി. എല്ലാ മേഖലകളിലും ബഹുദൂരം മുന്നേറുന്ന നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യമാണ് 2047 വികസിത ഭാരതം എന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി രാജ്യവികസനത്തിനായി നിലകൊള്ളാം. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സോഫിയ ഡാനിയൽ. അവതരണം സുവർണ.